ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി കണ്ടശാങ്കട ജലോത്സവം എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. 1956 ഈ കനോലി കനാലിൽ ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രദർശന വഞ്ചി തുഴയൽ മത്സരം നടന്നത്. പിന്നീട് അത് എല്ലാ ഓണക്കാലത്തും അത് തുടർന്ന് ആരംഭിച്ചു. 4 വർഷങ്ങളായിട്ട് ഈ പ്രളയവും അതുപോലെ തന്നെ കോവിഡായിട്ട് മുടങ്ങിയെടുക്കുകയായിരുന്നു. പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. 1956 ഐക്യകേരളം സ്ഥാപിച്ചുണ്ടായതിൻ്റെ ഫലമായിട്ട് അതിനുവേണ്ടി അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കണ്ടശാങ്കടവിൽ ജലോത്സവം ആരംഭിക്കുന്നത്. 2 വഞ്ചിയായിട്ട് തുടങ്ങിയ ജലോത്സവമാണ് ഇന്നിപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെ ചുണ്ടൻ വള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളൊക്കെ ആയിട്ട് ഇത്രയധികമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് നിർത്തി വയ്ക്കേണ്ടി വന്നു. പിന്നെ 84 വരെ തുടർച്ചയായിട്ട് പോയി. വീണ്ടും നിശേഷം നമ്മൾ ഈ ജലോത്സവം ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. 2012 അന്നത്തെ PM മാധവൻ MLA സമയത്ത് VN സുർജിത്ത് പ്രസിഡൻ്റായ സമയത്ത് തുടങ്ങുകയും ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി പേരിൽ ഈ വള്ളങ്ങൾ വീണ്ടും പുനരാരംഭിക്കാനുണ്ടായത്. ഇപ്പോൾ 3 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നു. 10 ഇരുട്ടുകുത്തി വള്ളങ്ങൾ A ഗ്രേഡ് വിഭാഗത്തിലും 10 C ഗ്രേഡിലും ഇട്ട് മൊത്തം 23 വള്ളം. അതോടൊപ്പം ഒരു വനിതാ ക്ലബ്ബ് അംഗങ്ങൾ അവരതിൽ 2 വഞ്ചി. സാധാരണ വള്ളത്തിലാണ് മത്സരിക്കുന്നത്. എന്നിരുന്നാലും അതൊരു ആകർഷണമായ കാഴ്ചയാണ്. 36 വർഷത്തിന് ശേഷമാണ് വനിതകൾ ഇതിന് തയ്യാറായി വന്നത്. അന്ന് നയിച്ചിരുന്ന ആൾക്കാർ ഇന്നും അതിലുണ്ട്. ഒരു 18 പേരുടെ അധ്വാനം കൊണ്ടാണ് ഈ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് രൂപം കൊണ്ടത്. കാലാകാലങ്ങളായി നിർത്തിപ്പോയപ്പോൾ കണ്ടശാങ്കടവിൽ കുറച്ച് വഞ്ചിത്തൊഴിലാളികളും ചകിരിത്തൊഴിലാളികളും ഇവിടുത്തെ കുറച്ച് നല്ല ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന കുറച്ച് ജാതിമത ഭേദമന്യേ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജലവാഹിനി ബോട്ട് ക്ലബ്ബ് രൂപം കൊണ്ടു. പഴയ കാലത്തൊക്കെ ഞങ്ങളെ കാരണന്മാരാണ് വള്ളങ്ങളൊക്കെ നേരിട്ട് അവിടെ നിന്ന് പോയി കൊണ്ടുവന്ന് ഇവിടെ ഓരോ ടീമുകൾ പങ്കെടുത്തിട്ടാണ് ജലോത്സവം സംഘടിപ്പിക്കാറ്. കേരളത്തിലിപ്പോൾ 10 ദിവസം അത്തം തൊട്ട് 2 ഓണം വരയ്ക്ക് പരിപാടി നടക്കുന്ന ഒരു സ്ഥലം തൃശ്ശൂർ ജില്ലയിലല്ല, കേരളത്തിൽ തന്നെ കണ്ടശാങ്കട ജലോത്സവം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് 2 ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ചുണ്ടൻ വള്ളങ്ങൾ കൊണ്ടുവന്നതും വള്ളംകളി ആരംഭിച്ചതും കണ്ടശാങ്കടവിലായിരുന്നു. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടശാങ്കടവിൽ കേരളത്തിലെ ഏതൊരു വള്ളംകളിയേക്കാളും വളരെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരം ഇരുകരകളിൽ നിന്ന് വള്ളംകളി കാണാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. വലിയ